കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഒന്നാം ഘട്ട വിതരണത്തിനുള്ള ഇഫ്താർ കിറ്റുകളുടെ പാക്കിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 20 മുതൽ ജില്ലാ കോർഡിനേറ്റർമാർ വഴി അതാത് ജില്ലകളിൽ വിതരണം ആരംഭിക്കും. നിലവിലെ ലിസ്റ്റിലുള്ളതിനേക്കാൾ കൂടുതൽ കുടുംബങ്ങൾ ഷെൽട്ടറിന്റെ കിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിതാവില്ലാതെ പ്രയാസപ്പെടുന്ന യതീമുകൾ, ഭർത്താവിന്റെ മരണത്തോടെ പ്രതിസന്ധിയിലായ വിധവകൾ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സഹോദരിമാർ, നിരന്തര ഡയാലിസിന് വിധേയമാവുന്ന കിഡ്നി രോഗികൾ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, പക്ഷാഘാതം തുടങ്ങിയ മാരക രോഗം ബാധിച്ചവർ, അനങ്ങാൻ കഴിയാതെ കട്ടിലിൽ തന്നെ കിടക്കുന്ന നിരവധി രോഗികൾ, സർജറികൾക്ക് ശേഷം വീട്ടിൽ തന്നെ കഴിയുന്ന കുടുംബനാഥന്മാർ, അപകടം മൂലം ജോലിക്ക് പോവാൻ സാധിക്കാത്ത സഹോദരന്മാർ, അവയവങ്ങൾക്ക് ശേഷി നഷ്ടപ്പെട്ട ഭിന്നശേഷി സഹോദരങ്ങൾ, തോട്ടം തൊഴിലാളികൾ, തീരദേശ സഹോദരങ്ങൾ, ജോലിക്ക് പോവാൻ കഴിയാതെ ഒരു ദിവസത്തെ അന്നത്തിന് വരെ പ്രയാസപ്പെടുന്ന ഇവരുടെ വീടുകളിലും വേണ്ടേ നോമ്പ് തുറക്കാൻ വിഭവങ്ങൾ? നമ്മുടെ വീട്ടിലേക്ക് ഇഫ്താർ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മറ്റൊരു കുടുംബത്തിൻ്റെ ഇഫ്താറിനുള്ള 2000 രൂപ നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചാൽ നമ്മുടെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ സാധിക്കും. ഒരു കിറ്റിന് 2000 രൂപയാണ് വരുന്നത്. എത്ര കിറ്റുകൾ വേണമെങ്കിലും നമുക്ക് ഏറ്റെടുക്കാം. അതിനും സാധിക്കാത്തവർ നിങ്ങളാൽ കഴിയുന്ന ഒരു വിഹിതം നൽകി ഈ പുണ്യപ്രവർത്തനത്തിൽ പങ്കാളിയാവുക.